നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നിപ്പോൾ നമ്മൾ 3-ാം തീയതി മെയ് മാസം 3-ാം തീയതി രാവിലെ 8:30 മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മളെ കൂടുകളിൽ എങ്ങനെയാണ് നിർത്തിയതെന്ന് പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മളെ കൂട്ടിൽ ഇതുണ്ടല്ലേ, കൊട്ടത്തറ ഫാം ആൻഡ് നഴ്സറിയിലെ 1 kg കൊടുക്കുന്നത് താറാവുകൾ. ഇതേപോലെ രണ്ടാമത്തെ 1 kg. ഇതൊക്കെ ഞാൻ പുറത്തേക്ക് വിടുന്നത് കാണിക്കാം കേട്ടോ. നമ്മളിവിടെ സ്പേസിൽ ഇങ്ങനെ വിട്ടാക്കാനുള്ള സ്പേസാണിത്. ഇത്രയും സ്പേസിലാണ് നമ്മൾ വിട്ടാക്കാറ്. പിന്നെ അടുത്തൊരു kg ഇതാണ്. 1 kg ഇതവിടെ, 1 kg ഇപ്പുറത്തുണ്ട്. അപ്പം നമ്മൾ ഈ താറാവുകൾ വളർത്തുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എപ്പോഴും ഡ്രൈ ആവണം. അപ്പോൾ ഈ കൂട്ടിൽ നിന്ന് ഇത് കണ്ടില്ലേ, ഇവർ ഇറങ്ങുന്ന നോക്കിക്കോട്ടാ. അപ്പോൾ ഒന്നാമത്തെ ഒരു കൂട് ഇതാണ്, രണ്ടാമത്തെ ഒരു കൂട് ഇതാ. ഇവരൊക്കെ ഉണ്ടല്ലോ ഒരുങ്ങിക്കുക. വെള്ളം നമ്മൾ വെച്ച് കൊടുക്കണം. അതേപോലെ ഇവരെ ഇറങ്ങും കേട്ടോ. നല്ല സ്പീഡായിട്ട് ഇറങ്ങി വരുമ്പോൾ കൊണ്ട് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വരും കേട്ടോ. വരിയായിട്ട് വരും കേട്ടോ. അപ്പുറത്തെ കഴിച്ചിട്ടും വന്നിട്ടാ എല്ലാവരും പോകട്ടോ. അവർക്ക് അറിയാം ഒരു സ്ഥലം എവിടെയാണെന്നത്. നമ്മൾ അതിന് ശേഷം കൂടൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. എപ്പോഴും കൂട് കണ്ടോ, ഫുള്ള് ഡ്രൈ ആയിട്ട് എല്ലാവർക്കും നല്ല കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. നല്ല കാര്യങ്ങളാണ്. ഒരു കൂട്ടത്തിലും അതെ പറന്നു പോകണ്ടല്ലേ. ഞാൻ അവിടെ ആരോ ഒറ്റപ്പെട്ടിട്ടുണ്ട്. 3 ആൾക്കെല്ലാം കൊണ്ടിട്ട്. അപ്പോൾ 2 കൂടും നമ്മളെ തലയെ വന്ന് ചേവരാ പോകണ്ട, മെല്ലെ പോവാം. ഈ 2 കൂട്ടുന്നും കൂടി നമ്മളിവരെ തുറന്നിടാണ്ട്. ഒരാൾ ഒരു കൂടിപ്പോൾ കുറച്ച് തുറന്നിട്ട് അവർ ഇറങ്ങി ഓടിയിട്ടാ. ഒരു കൂട് കൂടി ഉണ്ട് കേട്ടോ. 4ാമത്തെ കൂടി ഞാൻ തുറന്ന് ഇറങ്ങിക്കോളി. കൂട്ടുന്ന ഇറങ്ങി കേട്ടോ. കൂട്ടുന്നൊക്കെ ഇറങ്ങി. വെള്ളമുണ്ട്. ഇത് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പോൾ 4 കൂട്ടൊന്നും താറാവുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടാ. അത് വല്ലാതെ ടൈറ്റിൽ ഇടണ്ട വെച്ചിട്ടാണ് പോരാത്തിന് ചൂടുള്ള സ്ഥലമല്ല അവരിപ്പോൾ അതെ. എപ്പോഴും താറാവിനും മണ്ണിലേക്ക് താഴത്ത് ഇറങ്ങി നടക്കുന്ന രീതിയിലുള്ള സെറ്റപ്പ് ഉണ്ടാക്കണം. അല്ലെങ്കിൽ താറാവിന് കംപ്ലൈൻറ്റ് കൂടും. അതേപോലെ തന്നെ മുട്ടയിടാൻ ലേറ്റ് ആവുക, മുട്ട കിട്ടാതെ വരും, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ വരും. പിന്നെ ഇതിന് കംപ്ലൈൻറ്റുകൾ കാല് തളരുക, ക്ഷീണം വരിക, ഇതിലുള്ള കംപ്ലൈൻറ്റുള്ള മെഡിസിനൊക്കെ ഞാനിതിൽ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമ്മൾ അറിയാത്ത ആളുകൾക്ക് മെഡിസിൻ ഇപ്പോൾ കയ്യിലെടുത്തിട്ടില്ല. ടെട്രാസൈക്ലിൻ പൗഡർ, ടെട്രാസൈക്ലിൻ പൗഡർ എന്നുള്ള പൗഡർ, അതുപോലെ ബാക്ടീരിയസോൾ പൗഡർ കണ്ട് പൗഡർ, ഈ 2 എണ്ണം നമ്മൾ എപ്പോഴും കരുതി വെക്കണം. കരുതി വെക്കണം എപ്പോഴും നല്ലതാണ്. അല്ലേ? അപ്പോൾ അസുഖം വന്നിട്ട് മരുന്നിന് ഓടുന്നതിനോട് മുന്നേ മരുന്ന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പോലെ കരുതി വെക്കണം, നല്ലതാണ്. ഇതിലിപ്പോൾ നമ്മളെ കളർഫുൾ താറാവുകളും കുറേ ഉണ്ട്. ഓണേൻ്റെ സ്പീഡാട്ടാ. ഇപ്പോൾ താറാവിനെ കുറിച്ച് കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിലും ഒക്കെ ഡീറ്റെയിൽസിന് നമ്പർ കൂടുതലുണ്ട്, താഴെ ഉണ്ട്. അപ്പോൾ നമ്മളെ വിളിക്കാം. കൊട്ടത്തറ ഫാം ആൻഡ് നഴ്സറി, പൊന്നാനിയാണ്. താറാവുകളൊക്കെ തന്നെ നമ്മൾ സെയിലിങ്ങിനുള്ളതാണ്. സെയിലിങ് ഒരു പീസിന് ഇപ്പോൾ വരുന്നത് 300 രൂപയാണ്. 10 എണ്ണം എടുക്കുമ്പോൾ 20 രൂപ കുറച്ചിട്ട് 280 വെച്ച് തരും. 50 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 260 രൂപ വെച്ച് തരും. ഇനി 500 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് 225 രൂപയാണ്. 227 225 രൂപയ്ക്ക് തരും 500 എണ്ണം എടുക്കുകയാണെങ്കിൽ. കോഴിക്കോടുള്ള ഡെലിവറി നമ്മൾ ചെയ്യുന്നുണ്ട്. പെറ്റ് ട്രാൻസ്പോർട്ടേഷൻ വഴിയാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ ആ വണ്ടികൾ വരുന്ന ഹൈവേ റൂട്ടുകളിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്.
പിന്നെ നമ്മളെ ഫാമിൽ നിന്നൊരു 30 കിലോമീറ്ററൊക്കെ ഡയറക്റ്റ് കൊണ്ടുകൊണ്ട് ഒക്കെയും ഡെലിവറി ചാർജ് ഉണ്ട്. നമ്മളെ ഈ വീഡിയോ കാണുന്ന ആളുകൾ നമ്മളെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നമ്മളെ എന്തെങ്കിലുമൊക്കെ കമൻറ്റുകൾ ഉണ്ടെങ്കിൽ രേഖപ്പെടുത്താം. അപ്പോൾ താങ്ക് യു. മാക്സിമം ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഷെയർ ചെയ്യുക.